പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിവിധ സാഹചര്യങ്ങളിലൂടെ മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് എങ്ങനെ ശാപമായി തീരുന്നു എന്നതിനെ കുറിച്ചാണ്. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയുള്ള ശാപങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇത് ആഴത്തിൽ ഗ്രഹിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ അഭിഷേകം നാം ഓരോരുത്തരുടെ മേലും സമൃദ്ധമായി ലഭിക്കട്ടെ. കണ്ണടച്ച് എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, നിത്യസഹായക, നീ വരൂ, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ വരദാനമേകാനാ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, നിത്യസഹായക, നീ വരൂ, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ വരദാനമേകാനാ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിന് വേണ്ടി ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ഭാവനകളിലേക്ക്, ഞങ്ങളുടെ അന്തരംഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. മുഴുവേറ്റ് ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തി വചനം ഗ്രഹിക്കാൻ തക്കണം നിങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ. വചനം ഗ്രഹിക്കാൻ തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ജീവധാരയായി, ജീവധാരയായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ പ്രവഹിക്കണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. സ്ലീഹന്മാരിൽ വന്നാവസിച്ച നീ എന്നിൽ ജീവധാരയാകൂ. പാവനാത്മാവേ, 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 നിത്യസഹായക, നീ വരൂ, നീ വരൂ എൻ ഹൃദയത്തിൽ ദൈവസ്നേഹവുമാ വരദാനമേകാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ അവരറിയാതെ ഒരുപാട് ഭാരങ്ങൾ അവർ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ അറിയാത്ത ഒരുപാട് തരത്തിലുള്ള അജ്ഞാത ശക്തികൾ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് 10-13 വർഷക്കാലത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് അച്ഛന് മനസ്സിലായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ദൈവപൈതൽ വന്ന് ആ ദൈവപൈതലിന്റെ മനസ്സിലെ ഒരു വലിയ വേദന അച്ഛനുമായി പങ്കുവെച്ചു.
ആ ദൈവവേദത്തിൽ പറയണത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾ എങ്ങോട്ട് പോയാലും എല്ലാ സ്ഥലത്തും വാതിൽ അടഞ്ഞു കിടക്കുന്ന അനുഭവമാണ് മക്കൾക്കുള്ളത്. ഞങ്ങളുടെ മക്കളുടെ തൊട്ട് മുമ്പുള്ളവർ വരെ കടന്നു പോകും. ഞങ്ങളുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ആ വാതിൽ അടയും. അഡ്മിഷന് പോയാലും, വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചാലും, ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചാലും, എന്ത് കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും ഞങ്ങളുടെ കാര്യം വരുമ്പോൾ വാതിലങ്ങ് അടയുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കാണുന്നത്. ഞാൻ ചോദിച്ചു, ഇതിനെന്തെങ്കിലും പ്രത്യേക കാരണം വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവം അച്ഛനോട് പങ്കുവെച്ചു. ആ വ്യക്തി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഒരു ശാപവാക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ വേട്ടയാടുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് ശാപമാണ്? അദ്ദേഹം പറഞ്ഞു, 3 തലമുറ മുമ്പാണ്. ഞങ്ങളുടെ 3 തലമുറ മുമ്പ് ഞങ്ങളുടെ വല്യപ്പന്മാർ വലിയ സമ്പന്നന്മാരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വല്യപ്പൻ ആ ഇടവകയിലെ വികാരച്ചനുമായി ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ആ ഇടവകയിലെ വികാരച്ചൻ പതിവ് പോലെ കാര്യങ്ങൾ ക്രമീകരിച്ച് വന്നെങ്കിലും ഞങ്ങളുടെ വല്യപ്പന്മാരിൽ ഒരാൾക്ക് അച്ഛനുമായിട്ട് രമ്യതപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെരുന്നാൾ പിരിവിന്റെ സീസണായി. അച്ഛൻ ആ ഇടവകയിലെ സാമ്പത്തിക സ്ഥിതിയുള്ള ഏതാനും വ്യക്തികളിൽ നിന്ന് സ്വമനസ കിട്ടുന്ന സംഭാവനകൾ ശേഖരിച്ച് പെരുന്നാൾ നടത്തുന്ന രീതിയായിരുന്നു ആ ഇടവകയിൽ അന്ന് ഉണ്ടായിരുന്നത്. 3 തലമുറകൾക്ക് മുമ്പാണ്. അപ്പോൾ പെരുന്നാളിന് വേണ്ടി ഇടവകയിലെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും അച്ഛനും ഇങ്ങനെ പെരുന്നാളിന് പിരിവ് കൊടുക്കാനുള്ള ഭവനങ്ങൾ കയറി ഇറങ്ങി പെരുന്നാളിനുള്ള പിരിവുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രശ്നക്കാരനായ ഞങ്ങളുടെ വല്യപ്പന്റെ വീട്ടിലെത്തി. അപ്പോൾ ആ വല്യപ്പൻ വീട്ടിൽ ഉള്ളിൽ കയറി വാതിലടച്ചു. അച്ഛനും കമ്മിറ്റി അംഗങ്ങളും വരുന്നത് കണ്ടപ്പോൾ ആ വല്യപ്പൻ വീടിനുള്ളിൽ കയറി വാതിലടച്ചു. അതിനുശേഷം വേലക്കാരത്തിയോട് പറഞ്ഞു, പുറത്തുനിന്ന് അവർ മുട്ടിയാൽ ഇവിടെ ആളില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ വികാരിച്ചനും കമ്മിറ്റിക്കാരും വന്ന് പുറത്തുനിന്ന് മുട്ടി. അപ്പോൾ വേലക്കാരത്തി പറഞ്ഞു, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ഛൻ ഈ വ്യക്തി അവിടെ ഉള്ളത് കണ്ടതുകൊണ്ടാണ് കോമ്പൗണ്ടിൽ നിന്ന് കയറി ചെന്നത്. അപ്പോൾ അച്ഛന് അറിയാം ഈ ആൾ ഇതിന്റെ ഉള്ളിലിരിക്കുന്നുണ്ടെന്ന്. അച്ഛൻ വീണ്ടും മുട്ടിയിട്ട് ചോദിച്ചു, ആളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞു, ആളില്ല എന്ന് കാണിക്കാൻ ആംഗ്യം കാണിച്ചു. അങ്ങനെ വേലക്കാരത്തി വീണ്ടും പറഞ്ഞു, ആളില്ല എന്ന് പറഞ്ഞു. വീണ്ടും അച്ഛൻ മുട്ടിയിട്ട് ചോദിച്ചു, ആളില്ലേ എന്ന് ഒന്നും കൂടെ ചോദിച്ചു. അപ്പോൾ വീണ്ടും ഈ വീട്ടുടമസ്ഥൻ വേലക്കാരത്തിയോട് ആളില്ല എന്ന് പറയാൻ നിർദ്ദേശം കൊടുത്തു. വേലക്കാരത്തി ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഈ വാതിൽ ഇവിടെ അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛനും കമ്മിറ്റി അംഗങ്ങളും അടുത്ത വീട്ടിലേക്ക് പോയി. ഏതാണ്ട് ഒരു നട്ടുച്ച നേരത്താണത്. അങ്ങനെ വേർത്ത് കുളിച്ച് ഈ ഇടവകയിൽ നിന്നുള്ള ഈ പ്രതിനിധികൾ ചെന്നപ്പോ ആ വാതിൽ തുറന്നു കൊടുക്കാൻ ആ വീട്ടുടമസ്ഥന് മനസ്സുണ്ടായില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനും കമ്മിറ്റി അംഗങ്ങളും അടുത്ത വീട്ടിലേക്ക് പോയി. എന്തായാലും ഈ സംഭവം ഉണ്ടായിരുന്ന 3-ാം ദിവസം ഇവർക്ക് 100-200 ഏക്കർ എസ്റ്റേറ്റ് ഉള്ള ഒരുപാട് സമ്പത്തുള്ള ഒരു കുടുംബമായിരുന്നു. ഈ സംഭവം ഉണ്ടായിരുന്ന 3-ാം ദിവസം ഈ കുടുംബനാഥൻ ഒരു കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലെ ചുറ്റിക്കറങ്ങി മടങ്ങി വരുന്ന വഴിക്ക് ഒരു മലഞ്ചെരിവിൽ വെച്ച് ഒരു സർപ്പത്തിന്റെ കടിയേറ്റ് അദ്ദേഹം ഒരു കുന്നിൻ ചെരുവിൽ മരണാസന്നനായി നിലത്ത് വീണു. അദ്ദേഹത്തെ വേലക്കാർ എടുത്ത് ഭവനത്തിൽ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം ആ സർപ്പത്തിന്റെ ദംശനത്താൽ അദ്ദേഹം മരണമടഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. അവര് ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവരുടെ പഠന നിമിത്തം അവര് പഠനം നിർത്തി പോരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഈ ഭാര്യ പറഞ്ഞു, ഇനി ഞാൻ ഒറ്റയ്ക്ക് ഈ ബംഗ്ലാവിൽ താമസിക്കില്ലെന്ന് പറഞ്ഞ് ഈ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ വീട് അവിടെ അടഞ്ഞു കിടന്ന് ജീർണിച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തലമുറയിൽ ആ വീട് അങ്ങനെ ജീർണിച്ചു പോയെന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. 3 തലമുറകൾക്ക് ശേഷം ഈ കുടുംബത്തിലെ മക്കള് എന്ത് കാര്യത്തിനു വേണ്ടി പുറപ്പെട്ടാലും ഇവരുടെ സമയം വരുമ്പോൾ, ഇവരുടെ ഊഴം വരുമ്പോൾ ഇവർക്ക് വേണ്ടി വാതിൽ അടയ്ക്കപ്പെടുന്ന ഒരു അനുഭവം ആ കുടുംബത്തിൽ ഇവരെ വേട്ടയാടുകയാണ്. ആ വേദനയുമായിട്ടാണ് കുടുംബനാഥൻ അച്ഛന്റെ അടുത്ത് വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ശാപകരമായ ഒരു വാക്ക് ഒരു വ്യക്തിയുടെ മേലോ ഒരു ഭവനത്തിന്റെ മേലോ ഒരു വംശത്തിന്റെ മേലോ ഉച്ചരിക്കപ്പെട്ടാൽ അത് എത്ര കാലഘട്ടം കഴിഞ്ഞാണെങ്കിലും ആ ഭവനത്തെ അത് വിപരീതമായി ഗ്രസിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് കണ്ടപ്പോൾ സാവകാശം ശാപത്തെക്കുറിച്ച് പഠിക്കുവാൻ അച്ഛൻ പ്രേരിതനായി. അങ്ങനെ ബൈബിളിലേക്ക് തിരിഞ്ഞു. ബൈബിളിൽ ശാപത്തെക്കുറിച്ച് ഏതെങ്കിലും മേഖലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം കണ്ടത് ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. അവിടെ
തകർന്നു കിടക്കുന്ന ജെറീക്കോ കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് ജോഷുവ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇനി ആര് ഈ ജെറീക്കോ കോട്ട പുതുക്കി പണിതാലും അത് പുതുക്കി പണിയുന്നതിന് ശപിക്കപ്പെട്ടവൻ. എന്തെന്നാൽ അതിന്റെ അടിസ്ഥാനം ഇടാൻ ഒരുപെടുമ്പോൾ അവന്റെ മൂത്ത മകനും അതിന്റെ കവാടങ്ങൾ വെക്കുമ്പോൾ അവന്റെ ഇളയ മകനും മരിച്ചു പോകും. പ്രൈസ് ദ ലോർഡ്. ജോഷുവ ഈ ദൈവജനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ജെറീക്കോ നഗരത്തെയും ജെറീക്കോ രാജ്യത്തെയും അവിടുത്തെ രാജാവിനെയും മനസ്സുകൊണ്ട് വേദനയോടെ ഓർക്കുകയാണ്. അങ്ങനെ അത് കീഴടക്കി അത് തകർത്തു കഴിഞ്ഞപ്പോൾ ആ വേദനയുടെ നടുവിൽ നിന്ന് ജോഷുവ പറയാണ്, ഇനി ഇത് ഒരിക്കലും ആര് പുനരുദ്ധരിക്കരുത്. ഇനി ആര് പുനരുദ്ധരിച്ചാലും അവൻ പുനരുദ്ധരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകനും അതിന്റെ കവാടങ്ങൾ വെക്കുമ്പോൾ ഇളയ മകനും മരിച്ചു പോകും. വേദനയോടെ ജോഷുവ പറഞ്ഞു. ജോഷുവയും ആ തലമുറയും കടന്നുപോയി. മറ്റൊരു തലമുറ വന്നു, അവരും കടന്നുപോയി. അങ്ങനെ നൂറ്റാണ്ടുകൾ പിന്നിട്ടു. കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ പ്രദേശത്ത് അതിശക്തനായ ഒരു രാജാവ് ഭരിക്കാൻ വന്നു. ആ രാജാവിന്റെ പേരാണ് ഹിയേൽ രാജാവ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കാണുകയാണ്. ഹിയേൽ രാജാവിന്റെ കാലത്ത് ധാരാളം സമ്പത്തും ധാരാളം അനുകൂല അന്തരീക്ഷം ഉണ്ടായപ്പോൾ തകർന്നു കിടക്കുന്ന ജെറീക്കോ കോട്ട പുതുക്കി പണിയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം വലിയൊരു കമ്മിറ്റിയെ നിയമിച്ച് വലിയൊരു തുക അതിനുവേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ജെറീക്കോ കോട്ടയുടെ പണി പുനരാരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറീക്കോ കോട്ടയുടെ പണിക്ക് വേണ്ടി, ആ ജെറീക്കോ കോട്ട പുനരാരംഭിക്കാൻ വേണ്ടി അതിന്റെ പണി തുടങ്ങിയ അന്ന് തന്നെ ഹിയേൽ രാജാവിന്റെ മൂത്ത മകൻ പടഞ്ഞ് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സാധാരണ ഭവനത്തിലല്ല ഇത് സംഭവിക്കുന്നത്. ഒരു രാജാവിന്റെ മൂത്ത മകനാണ് പടഞ്ഞ് മരിക്കുന്നത്. നിശ്ചയമായും കൊട്ടാര വൈദ്യന്മാർ ഓടി വന്നിട്ടുണ്ടാകണം. നിശ്ചയമായും ആ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ ഈ രാജാവിന്റെ മൂത്ത മകന് ലഭ്യമാക്കിയിട്ടുണ്ടാകണം. ഒരുപക്ഷെ ആ രാജ്യത്തിന് പുറത്തുനിന്ന് ശക്തന്മാരായ വലിയ നല്ല വൈദ്യന്മാരുണ്ടെങ്കിൽ, ഡോക്ടർമാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവന്നിട്ടുണ്ടാകണം. എന്തായാലും വൈദ്യശാസ്ത്രം അതിന്റെ കഴിവിന്റെ പരമാവധി നോക്കി. രാജാവിന്റെ കഴിവിന്റെ പരമാവധി നോക്കി. രാജ്യം മുഴുവൻ പ്രാർത്ഥിച്ചു, രാജ്ഞി പ്രാർത്ഥിച്ചു, ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടാകണം. കാരണം മകൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഏതമ്മയാണ് കൈയും കെട്ടി നോക്കി നിൽക്കുക? നിശ്ചയമായി രാജ്ഞി ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് അറിയാവുന്നത് പോലെയുള്ള ഒരുപാട് നേർച്ച കാഴ്ചകളെല്ലാം പറഞ്ഞിട്ടുണ്ടാകണം. രാജ്യത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. എന്തായാലും ശരി, ഈ വൈദ്യശാസ്ത്രത്തെ വിഫലമാക്കിക്കൊണ്ട്, എല്ലാ അധ്വാനങ്ങളെയും വിഫലമാക്കിക്കൊണ്ട് രാജാവിന്റെ മൂത്ത മകൻ പടഞ്ഞ് മരിച്ചു. ഇതാണ് ശാപത്തിന്റെ പിടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ ലക്ഷണം. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി, അവരുടെ ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും അവർക്ക് ഗുണം പിടിക്കുകയില്ല. രാജാവിന്റെ മൂത്ത മകൻ പടഞ്ഞ് മരിച്ചു. വൈദ്യശാസ്ത്രത്തിന്റെ പരിശ്രമങ്ങളോ രാജാവിന്റെ അധ്വാനങ്ങളോ രാജ്യത്തെ ജനങ്ങളുടെ അധ്വാനമോ രാജ്ഞിയുടെ പ്രാർത്ഥനയോ ഒന്നും ഈ മൂത്ത മകന് വേണ്ടി പ്രയോജനപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രവും പ്രാർത്ഥനയും നല്ല മനസ്സ് എല്ലാം പരാജയപ്പെടുന്ന മേഖലയാണ് ശാപത്തിന്റെ മേഖല. ഹല്ലേലൂയ. വീണ്ടും ദുഃഖമെല്ലാം മാറിയപ്പോൾ രാജാവ് വീണ്ടും കോട്ടയുടെ പണി തുടർന്നു. അങ്ങനെ കവാടങ്ങൾ വെക്കേണ്ട ദിവസം വന്നു. കവാടം വെക്കേണ്ട ദിവസത്തിൽ കവാടം വെച്ചതും രാജാവിന്റെ ഇളയ മകൻ പടഞ്ഞ് മരിച്ചു. വീണ്ടും അതീവ ദുഃഖിതനായ രാജാവ് ഈ മകൻ പടഞ്ഞ് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ കഴിവിന്റെ പരമാവധി രാജാവ് നോക്കിയിട്ടുണ്ടാകണം. കാരണം മൂത്ത മകനോ മരിച്ചു, ഈ മകനെ എങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ച് രാജാവ് മുഴുവൻ കഴിവ് ഉപയോഗിച്ച് ഈ മകന്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിച്ചു. പ്രാർത്ഥനകളും വൈദ്യവും എല്ലാം തുടർന്നു. പക്ഷേ ഒന്നിനും ഈ മകന്റെ ജീവനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇളയ മകനും പടഞ്ഞ് മരിച്ചു. ഡോക്ടർമാരെല്ലാം കൈമലർത്തിയിട്ടുണ്ടാകണം. അവര് ഒരുപക്ഷെ പറയാൻ സാധ്യതയുള്ള സെന്റൻസ് എങ്ങനെയായിരിക്കും? ഞങ്ങൾ പല രോഗികളെയും കണ്ടിട്ടുണ്ട്, പല ക്രിട്ടിക്കൽ കേസ് ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് ശാപത്തിന്റെ പിടിയിലാണ് ഒരു വ്യക്തി ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ. ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന വൈദ്യമോ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളോ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളോ ഒന്നും ആ വ്യക്തിക്ക് ഗുണപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ജോഷുവ
ജെറീക്കോ കോട്ട തകർന്നു കിടന്നപ്പോൾ ജെറീക്കോ കോട്ടയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു, ഇനി ആര് ഈ ജെറീക്കോ കോട്ട പുതുക്കി പണിതാലും അത് പുതുക്കി പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതിന്റെ അടിസ്ഥാനം ഇവിടെ ഉരുപ്പെടുമ്പോൾ അവന്റെ മൂത്ത മകനും, അതിന്റെ കവാടങ്ങൾ വെക്കാൻ ഉരുപ്പെടുമ്പോൾ അവന്റെ ഇളയ മകനും മരിച്ചു പോകും. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ശാപം അത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കാലഹരണപ്പെടുന്നില്ല എന്ന് നമ്മൾ തിരുലിഖിത പ്രകാരം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമെത്തപ്പോൾ അവന്റെ മൂത്ത മകൻ അബീറാമും കവാടങ്ങൾ നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ശാപത്തിന്റെ പ്രത്യേകത. ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു നാടോ ഒരു നഗരമോ ശാപത്തിന്റെ പിടിയിലമർന്നാൽ ഈ ശാപം എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും കാലഹരണപ്പെടുന്നില്ല. അത് ആ നഗരത്തിൽ, ആ ഗ്രാമത്തിൽ, ആ ദേശത്ത്, ആ കെട്ടിടത്തിൽ, ആ വംശത്തിൽ, ആ വ്യക്തിയിൽ പിടിമുറുക്കിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നന്മയും നമ്മുടെ സുസ്ഥിരതയും നമ്മുടെ അഭ്യുന്നതയും ആഗ്രഹിക്കുന്ന ദൈവം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്, മനം നൊന്ത് നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്, എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ അത് നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തെ വിപരീതമായി ബാധിക്കുന്ന ഒരു അജ്ഞാത ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകുന്ന പല അജ്ഞാത ശക്തികളിൽ ഒരു ഘടകമാണ് ശാപത്തിന്റെ ശക്തി. മറ്റുള്ളവർ നമ്മുടെ നേരെ ശാപവാക്കുകൾ ഉതിർക്കുന്നത് നമുക്ക് ദോഷകരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മെ ശപിക്കുന്നു എന്നാരും ചിന്തിക്കരുത്. ദൈവത്തെ ഈ ശാപത്തോട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം എപ്പോഴും നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ മനുഷ്യന്റെ ശാപവാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങളായി, വലിയ തിന്മകളായി, വലിയ വലിയ പരാജയങ്ങളായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം വിശുദ്ധ ലിഖിതങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത്, ആരും നിങ്ങളെ ശപിക്കാൻ ഇടവരാതെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സംഭവം ബൈബിളിൽ നമുക്ക് ശ്രദ്ധിക്കാം. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. ദൈവത്തിന്റെ അഭിഷിക്തനായ സാവൂളിന്റെ മക്കളും വധിക്കപ്പെട്ട കാര്യം ദാവീദ് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ദാവീദിന്റെ മനസ്സ് വേദനിച്ചു. ദൈവത്തിന്റെ അഭിഷിക്തൻ വധിക്കപ്പെട്ടതിന്റെ ആ വാർത്ത കേട്ട് ദാവീദ് മനസ്സ് നൊന്ത് സാവൂളിന്റെ മക്കളും വധിക്കപ്പെട്ട ഗിൽബോവ പർവ്വതങ്ങളിലേക്ക് മുഖം തിരിച്ചിട്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ ഇനി മഴയോ മഞ്ഞോ പെയ്യാതിരിക്കട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. ഗിൽബോവ പർവ്വതങ്ങളിൽ വെച്ചിട്ടാണ് സാവൂളിന്റെ മക്കളും വധിക്കപ്പെട്ടത്. ദാവീദ് ആ പർവ്വതങ്ങളെ നോക്കി ഒരു വേദനയോടൊരു വാക്കുച്ചരിക്കുകയാണ്, അല്ലയോ ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ ഇനി മഴയോ മഞ്ഞോ പെയ്യാതിരിക്കട്ടെ. അതൊരു ശാപവാക്കാണ്. ദാവീദിന്റെ കാലശേഷം എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട്, ഏതാണ്ട് 3000-ഓളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നും ബൈബിൾ ലാൻഡ് സന്ദർശിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ മനസ്സിലാവും, ഗിൽബോവ പർവ്വതങ്ങൾ മൊട്ടക്കുന്നുകളായിട്ടാണ് കിടക്കുന്നത്. അവിടെ വൃക്ഷങ്ങളോ അവിടെ മഴയോ മഞ്ഞോ അവിടെ വ്യാപരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് മൊട്ടക്കുന്നുകളായി കിടക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാപം വ്യക്തികളെ മാത്രമല്ല മണ്ണിനെയും കാലാവസ്ഥയെയും ബാധിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ശാപത്തിന്റെ പിടിയിലിരിക്കുകയാണെങ്കിൽ ആ വ്യക്തികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യക്തി ശാപത്തിന്റെ പിടിയിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഏലീഷ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ മാർഗമധ്യേ പട്ടണവാസികൾ ഏലീഷയോട് വന്നിട്ട് പറഞ്ഞു, പ്രഭോ, നോക്കൂ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്. എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏലീഷ കാര്യം മനസ്സിലാക്കി. ഈ ജെറീക്കോ നാട് ശാപഗ്രസ്തമായ നാടാണെന്ന് ഏലീഷ മനസ്സിലാക്കി.
എലീഷ പറഞ്ഞു, ഒരു പുതിയ പാത്രം എന്റെ അരികിൽ കൊണ്ടുവരിക. ആ പട്ടണവാസികൾ ഒരു പുതിയ പാത്രം എലീഷയുടെ അരികിൽ കൊണ്ടുവന്നു. എലീഷ പറഞ്ഞു, കുറച്ച് ഉപ്പ് കൊണ്ടുവന്ന് തരിക. അവർ ഒരു പിടി ഉപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. എലീഷ പറഞ്ഞു, എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിക്കുക. അവർ എലീഷയെ ഒരു ഉറവയുടെ അടുത്തേക്ക് നയിച്ചു. എലീഷ ഈ പാത്രത്തിൽ നിന്ന് ഉപ്പെടുത്ത് ദൈവത്തെ വാഴ്ത്തി ആ ഉറവയിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഞാൻ ഈ ജലം ശുദ്ധീകരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാകാതിരിക്കട്ടെ. ആ ഉപ്പ് അവിടെ ഇട്ടു. ദൈവത്തിന്റെ വചനം എങ്ങനെ പഠിപ്പിക്കുന്നത്? എലീഷയുടെ വാക്ക് പ്രകാരം, എലീഷയുടെ വചനപ്രകാരം ഇന്നും ആ വെള്ളം ശുദ്ധമാണ്. ജെറീക്കോ അനുഗ്രഹത്തിന്റെ നാടായി മാറി. ജെറീക്കോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകോത്തര ഫ്രൂട്ട്സ് ആണ്. ഒരിക്കൽ ശാപത്തിന്റെ സ്ഥലമായിരുന്ന, ഒരിക്കൽ ജനങ്ങൾക്ക് വലിയ കണ്ണീരിനും വേദനയ്ക്കും കാരണമായിരുന്ന അവിടുത്തെ മണ്ണും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ വെള്ളവും ഇന്ന് തീർത്ത ജലമായി മാറിയിരിക്കുകയാണ്. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന പലരും അവിടുന്ന് വെള്ളമെടുത്ത് പോരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറ്റാണ്ടുകളോളം ശാപത്തിന് പിടിയിൽ കിടന്നിരുന്ന ആ മണ്ണിനെ, ആ കാലാവസ്ഥയെ, ആ നാടിനെ, ആ നഗരത്തെ ശാപത്തിന്റെ കെട്ടഴിക്കാൻ ദൈവത്തിന്റെ ദാസനായ എലീഷായ്ക്ക് ഒരു സെക്കൻഡ് നേരം മാത്രം മതി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ മണ്ണിനെ കെട്ടഴിക്കുന്നു. ഒരു വാക്ക്, ഒരു സെന്റൻസ് മാത്രം മതി. നൂറ്റാണ്ടുകൾ ആധിപത്യം പുലർത്തുന്ന ശാപത്തിന്റെ കെട്ട് ആ മണ്ണിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നും അഴിഞ്ഞു മാറിപ്പോയി. ജെറീക്കോ വിടുതൽ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഇന്ന് ശാപത്തിന്റെ പിടിയിരിക്കുന്ന വ്യക്തികളും ശാപത്തിന്റെ പിടിയിരിക്കുന്ന കുടുംബങ്ങളും ശാപത്തിന്റെ പിടിയിലിരിക്കുന്ന വംശങ്ങളും ശാപത്തിന്റെ പരിണതഫലമായ തകർച്ച അനുഭവിച്ച് നശിക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആരെങ്കിലും ശാപത്തിന്റെ പിടിയിലാണോ ഇരിക്കുന്നത്? അവർക്ക് ശാപ വിടുതലിനായി യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തു മനുഷ്യന്റെ ശാപങ്ങൾ, മനുഷ്യന്റെ പാപങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തതുപോലെ തന്നെ മനുഷ്യന്റെ ശാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നാം ശപിക്കപ്പെട്ടവരാകാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ശപിക്കപ്പെട്ടവനായി മാറി. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ ശപിക്കപ്പെട്ടവനെ പോലെ മരിച്ചത് അവിടുന്ന് ശാപകരമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടല്ല. പിന്നെയോ നമ്മുടെ ശാപങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവൻ ശപിക്കപ്പെട്ടവരെ പോലെ കുരിശിൽ കടന്ന് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഒരു ശാപ വിടുതലിനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവെ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറി പോകാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ കുരിശ് മറന്ന യോഗ്യതയാൽ ശാപ വിടുതലുണ്ട്, ശാപത്തിന്റെ മോചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും പൂജിക്കണം. ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും പൂജിച്ചിട്ട് ശാപകരമായ വഴികളെ കുറിച്ച് അനുദപിച്ചിട്ട് യേശുവിന്റെ നാമത്തിന് ശാപങ്ങൾ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു ദൈവവൈതലിനും ശാപ വിടുതൽ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ സംഗതി ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ശാപങ്ങൾ കടന്നു വരും. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ശാപങ്ങൾ കടന്നു വരാം. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മുടെ വംശത്തിലേക്ക് ശാപങ്ങൾ കടന്നു വരാം. കഴിഞ്ഞ തലമുറകളിൽ ഏതെങ്കിലും സാഹചര്യങ്ങളാൽ ആരെങ്കിലും ശപിക്കപ്പെട്ട ഒരു വംശത്തിലെയോ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് നാം ശാപ വിടുതൽ പ്രാപിക്കണം. നമ്മുടെ സുഗമമായ യാത്രയ്ക്ക്, നമ്മുടെ സുഗമമായ ജീവിതത്തിന്, സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് ശാപ വിടുതൽ അത്യന്താപേക്ഷിതമത്രേ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു കുരിശിൽ മരിക്കാൻ തക്കവണ്ണം ഗൗരവമുള്ള ഒരു വിഷയമാണ് ശാപ വിടുതൽ. പാപ വിടുതൽ പോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ശാപ വിടുതൽ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ വംശത്തിൽ നിന്നും, ഓരോ പാരമ്പര്യത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ ശാപങ്ങളുടെ കെട്ടുകൾ അഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പ്രിയപ്പെട്ട ദൈവപൈതലെ, നിങ്ങളുടെ കുടുംബത്തിൽ ശാപമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ശാപവാക്കുകൾ വഴി ഇന്ന് നിങ്ങൾ ദുരിതം നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സഹിയോൻ ടീമിനോട് ചേർന്ന് കർത്താവിനെ വിളിക്കുക. സഹിയോൻ ടീമിനോട് ചേർന്ന് യേശുവിനെ വിളിക്കുക. ഈ സമയത്ത് പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഓരോ വ്യക്തികളിൽ നിന്നും, ഓരോ കുടുംബങ്ങളിൽ നിന്നും ശാപത്തിന്റെ ആധിപത്യങ്ങളും ശാപത്തിന്റെ കെട്ടുകളും അഴിച്ച് വിടുവിക്കുന്ന സമയമാണിത്. എല്ലാ ദൈവമക്കളും, ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച്, കർത്താവേ
മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ജീവിതങ്ങളിലേക്കും മക്കളിലേക്കും വംശത്തിലേക്കും വന്നിട്ടുള്ള എല്ലാ ശാപങ്ങളും അതിന്റെ ആധിപത്യങ്ങളും നിർവീര്യമാകട്ടെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ശാപങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുക. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി പൂജിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ നിമിഷം യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും സ്വർഗ്ഗത്തിൽ നിന്ന് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അത്ഭുത വിടുതൽ വ്യാപരിക്കട്ടെ. തലമുറകളുടെ ശാപങ്ങൾ, തലമുറകളുടെ ബന്ധനങ്ങൾ, തലമുറകളുടെ ആധിപത്യ ശക്തികൾ, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ, ശാപത്തിന്റെ ആധിപത്യങ്ങൾ, പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ വ്യക്തികളിൽ നിന്നും, ഓരോ വംശത്തിൽ നിന്നും യേശു ക്രിസ്തു നാമത്തിൽ ഇപ്പോൾ വിടുവിക്കുന്നു. ശാപവും അതിന്റെ ആധിപത്യങ്ങളും വിട്ടുമാറി പോകട്ടെ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. പാപശാപബന്ധനങ്ങൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഓരോ ശാപത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വംശത്തിൽ നിന്ന് ശാപത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളെയും വംശങ്ങളെയും കുടുംബങ്ങളെയും ഈ നിമിഷം അങ്ങനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരെയും സകല ശാപത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കുമെന്ന അധികാരം ഉപയോഗിച്ച്, നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാപങ്ങളും അതിന്റെ ആധിപത്യങ്ങളും ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. Praise the Lord.